ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വാട്ടർ ടാങ്കിൻ്റെ ഓവർഫ്ലോ, അതായത് ടാങ്ക് നിറഞ്ഞ് പുറത്തേക്ക് പോകുന്ന സിസ്റ്റം നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അളവുകൾ കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ വരുന്ന എഫക്റ്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ സ്റ്റീലിൻ്റെ ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഓവർഫ്ലോ കണ്ട, ഓവർഫ്ലോ കഴിഞ്ഞ് ടാങ്ക് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നതാണ് ഈ കാണുന്നത് വെള്ളം. അതായത് ഹൈ പ്രഷറുള്ള പമ്പുകളാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ടാങ്ക് കഴിഞ്ഞ് ഓവർഫ്ലോ പുറത്തേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ ഓവർഫ്ലോന് കാര്യങ്ങൾ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും കണ്ടോ, അതായത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടാങ്ക് ഏറ്റവും ടോപ്പിൽ ഈ പറഞ്ഞ ടാങ്ക് നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്ക് വെള്ളം ഒഴുകുന്നത് കാണാൻ സാധിക്കും. മൊത്തം ഈ കിടക്കുന്ന വെള്ളം കാര്യങ്ങളെല്ലാം തന്നെ ടാങ്ക് നിറഞ്ഞ് ടാങ്കിൻ്റെ ഏറ്റവും ടോപ്പിലൂടെ വരുന്ന വെള്ളമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഓവർഫ്ലോ നമ്മൾ കുറച്ചുകൂടി താഴ്ത്തി ഇടണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പമ്പ്, മോട്ടർ ഉപയോഗിക്കുന്ന പമ്പ് സബ്മേഴ്സിബിൾ, അതായത് വെള്ളത്തിലിടുന്ന പമ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഹൈ പ്രഷറായിരിക്കും വരുന്നത്. അപ്പോൾ ഓവർഫ്ലോ അടിച്ച് പോകുന്ന വെള്ളത്തേക്കാൾ കൂടുതലായിരിക്കും നമുക്ക് ടാങ്കിലേക്ക് വരുന്ന വെള്ളം. അങ്ങനെ വരുന്ന സമയത്ത് ടാങ്ക് നിറഞ്ഞ് ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം വെള്ളം പുറത്തേക്ക് വീഴുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സാധാരണ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച്, അതായത് നമ്മൾ ഈ പറയുന്ന ഓവർഫ്ലോ കുറച്ചുകൂടി താഴ്ത്തി വെച്ച് കൊടുക്കണം. ഓവർഫ്ലോ കുറച്ചുകൂടി താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അതായത് ടാങ്കിൻ്റെ കപ്പാസിറ്റി കുറച്ച് കുറയ്ക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഒരു 2 മിനിറ്റൊക്കെ നമ്മൾ ടാങ്ക് നിറഞ്ഞാലും നമുക്ക് ഓവർഫ്ലോ അടിച്ച് പുറത്തേക്ക് പോകുന്ന സമയത്തുള്ള ആ മോട്ടർ ഓഫ് ചെയ്യാൻ വൈകിയാലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ മിനിമം ഒരു ഇച്ചിരി കപ്പാസിറ്റി കുറച്ചിട്ട് വേണം നമ്മുടെ ഓവർഫ്ലോ കാര്യങ്ങൾ കൊടുക്കാൻ. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത്, ഇതേപോലെ പുറത്തേക്ക് വെള്ളം വന്ന് നമ്മൾ എവിടെയെങ്കിലും ട്രഷറിയിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തം നനയുന്ന ഒരവസ്ഥ. അതുമാത്രമല്ല, എന്തെങ്കിലും ടാങ്ക് ചിലപ്പോൾ ഡ്രസ്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമുക്ക് ടാങ്കിൽ നിന്ന് വെള്ളം വീണാലും പ്രശ്നങ്ങളില്ലാത്ത ഏരിയയിലാണെങ്കിൽ ഓക്കെ. അതല്ല, ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം പുറത്തേക്ക്, അതായത് നമ്മൾ ചില ഏരിയകളിൽ നിന്ന് കാണാൻ സാധിക്കും കൺസീൽ ചെയ്ത വീടും കാര്യങ്ങളായിരിക്കും, സീലിംഗ് ചെയ്ത വീടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മുകളിലായിരിക്കും ടാങ്ക് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതേപോലെ ഓവർഫ്ലോ കാര്യങ്ങൾ വരുന്ന കഴിയുന്ന സമയത്ത് വീടിൻ്റെ റൂമിൻ്റെ അകത്തേക്ക്, അതുപോലെ തന്നെ വീടുകളിലേക്കൊക്കെ അകത്തേക്ക് വെള്ളം വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ടാങ്കിൽ വരുന്ന ഓവർഫ്ലോ കൊടുക്കേണ്ടത് വളരെ ഒരു ശ്രദ്ധ കൊടുത്തിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അതായത് ടാങ്കിൻ്റെ ഫുൾ കപ്പാസിറ്റി ഉപയോഗിക്കാതെ കുറച്ചിട്ട് വേണം ഈ പറയുന്ന സിസ്റ്റം കൊടുക്കാനായിട്ട്. കുറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ വെള്ളം പുറത്തേക്ക് പോയി ഒട്ടും പ്രശ്നം കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇനി ടാങ്ക് ഓട്ടോമാറ്റിക് സിസ്റ്റം ആണെങ്കിൽ ടാങ്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിറഞ്ഞു കഴിയുമ്പോൾ മോട്ടർ തന്നെ ഓഫ് ആവുന്നു. ഓൺ ചെയ്യുന്ന സമയത്ത് അതായത് ടാങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടർ ഓൺ ആവുന്നു എന്നുള്ള സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ വലിയ പ്രശ്നം സംഭവിക്കാനില്ല. കാരണം ഓവർഫ്ലോ ഒട്ടും തന്നെ പുറത്തേക്ക് വരില്ല. കാരണം വെച്ചാൽ ടാങ്ക് ഒരു ലെവൽ എത്തി കഴിയുമ്പോൾ മോട്ടർ തന്നെ ഓഫ് ആവുന്ന സിസ്റ്റം ആണെങ്കിൽ ഈ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. അതല്ല, നോർമൽ ലെവലിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി കുറച്ച് കൊടുത്തിട്ട് വേണം ഓവർഫ്ലോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ എപ്പോഴും വെള്ളം പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി, ഓവർഫ്ലോനെ കുറിച്ചിട്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great.